ഹായ് ഫ്രണ്ട്സ്, ജാതി കൃഷിക്കാർ ഒരുപാട് പേരില്ലേ? അവർക്കുള്ളൊരു അടിപൊളി കിടിലൻ ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വലിയ ജാതിക്കുരു ഉണ്ടാവണം. അതുപോലെ തന്നെ ജാതിക്കുരുവിന്റെ പരിപ്പ്, അതിനകത്ത് ചോറില്ലാത്തതും, അതുപോലെ പൂവ്, നമ്മുടെ അതിന്റെ ഫ്ലവർ നല്ല പത്രിക്കനം കൂടിയ ഫ്ലവറും ഉണ്ടാകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ജാതിയുടെ കുരുവിനും പത്രിക്കയാണ് നമുക്ക് റേറ്റ് കിട്ടുന്നത് അല്ലെ. പക്ഷേ ഇത് പലരും പ്രതിസന്ധിയിലാണെന്ന് കൃഷിക്കാർ കടന്നു പോകുന്നത്. കാരണം മണ്ണിലെ ഓർഗാനിക് കാർബണിന്റെ അളവ് കുറഞ്ഞു, pH മെയിൻറ്റെയിൻ അല്ല, മണ്ണിലെ സൂക്ഷ്മാണുക്കൾ ഒരുപാട് നശിച്ചു പോയിരിക്കുന്നു. ഇതുകൊണ്ടൊക്കെ ഇന്ന് മണ്ണിന്റെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ മണ്ണിലുള്ള പോഷകങ്ങളെ ചെടികൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഒരു നിർജീവമായ മണ്ണിലാണ് ഇന്ന് നമ്മൾ കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ളൊരു ഈ ഒരു പ്രതിസന്ധിയിലൂടെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കൃഷിക്കാരെ സംരക്ഷിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ ഒരു ടിപ്പുമായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു നാല് ഉൽപ്പന്നം കൊണ്ട് ഒരു നിങ്ങളുടെ ജാതി തോട്ടത്തിൽ ഇപ്പോൾ ഉള്ളതിന്റെ ഒരു 3 ഇരട്ടി വിളവ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ ചെയ്യേണ്ടത് സോയിൽ ഹെൽത്ത്, ഹരിത സഞ്ജീവനി, മൃതസഞ്ജീവനി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ. അത് മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ, ഇവിടെ മരിച്ചുപോയ മണ്ണിനെ തിരിച്ചു കൊണ്ടുവരാനാണ് ഈ ഹരിത സഞ്ജീവനി. ഈ ഹരിത സഞ്ജീവനിയുടെ സോയിൽ ഹെൽത്ത്, ഇത് ഇസ്രായേൽ നാനോ ടെക്നോളജിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇത് നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടി കൊടുക്കണം. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? 10 വർഷത്തിന് താഴെയുള്ള ഒരു ജാതിക്കാണെങ്കിൽ ഒരു 10 ഗ്രാമോ 8 ഗ്രാമോ എടുത്ത് 10 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തടത്തിൽ ഒഴിച്ചു കൊടുക്കണം. 10 വർഷത്തിന് മുകളിൽ അല്ലെങ്കിൽ 15-20 വർഷം മുകളിലുള്ള ഒരു ജാതിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 15 ഗ്രാം അല്ലെങ്കിൽ 20 ഗ്രാം എടുത്തിട്ട്, പ്രായമനുസരിച്ച് എടുത്തിട്ട് 20 ലിറ്റർ വെള്ളത്തിലോ 10 ലിറ്റർ വെള്ളത്തിലോ, മഴക്കാലത്താണെങ്കിൽ 10 മതി, അല്ലെങ്കിൽ 20 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ച് ജാതിയുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കണം. ഇതെന്തിനാണ്? മണ്ണിനെ റെഡിയാക്കാൻ, മണ്ണിലുള്ള പോഷകങ്ങൾ ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിന് റെഡിയാക്കാനും, മണ്ണിലേക്ക് ഓക്സിജൻ അളവ് കൂട്ടാനും, വെള്ളം ഇറങ്ങാനും, വെള്ളത്തിന്റെ സംഭരണ ശേഷി കൂട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ നല്ലോണം വേരുകൾ ഉണ്ടാകാനും സഹായിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സോയിൽ ഹെൽത്ത്. രണ്ടാമത് നമ്മൾ കൊടുക്കേണ്ടത്, അത് കൊടുത്തൊരു 10 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ജാതികൾക്ക് ഫംഗസ് അണുബാധകളോ മറ്റു കീടങ്ങളോ ഒന്നും വരാതിരിക്കാനായിട്ട് ഈ ഡിഫെൻഡ് എന്ന് പറഞ്ഞ ഇതും ഇതുപോലെ തന്നെ ഒരു നാനോ ടെക്നോളജിയാണ്. 250 ഗ്രാമിന്റെ പാക്കറ്റ് ആണ്. ഇതിൽ നിന്നും ഇതേ അളവ്, സോയിൽ ഹെൽത്തിന്റെ അതേ അളവ് തന്നെയാണ് നമ്മൾ ഡിഫെൻഡ് എടുത്താൽ മതി. 10 ഗ്രാം ചെറിയ ജാതികൾക്കും 20 വർഷം അല്ലെങ്കിൽ 15 വർഷം കൂടുതൽ പഴക്കമുള്ള ജാതിക്കാണെങ്കിൽ 15 ഗ്രാമോ 20 ഗ്രാമോ എടുത്ത് ഇതുപോലെ തന്നെ 10 ലിറ്ററിലോ 20 ലിറ്ററോ വെള്ളത്തിൽ കലക്കി വേരിനോട് ചേർന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതേ രീതിയിൽ ചെയ്യാം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് ധാരാളം ജാതിക്കായ ഉണ്ടാവണ്ടേ? അതുപോലെ നല്ല പത്രിക്കനമുള്ള ജാതിക്കായ വേണം. അതിനു വേണ്ടിയിട്ട് ഹരിത സഞ്ജീവനിയുടെ തന്നെ നാനോ ടെക്നോളജിയിലുള്ള ഫ്രൂട്ട് സ്പെഷ്യൽ 250 ഗ്രാമിന്റെ പാക്കറ്റാണ് ഇതും നമുക്ക് 10 ഗ്രാം ഇതേ അളവിൽ തന്നെ, സോയിൽ ഹെൽത്ത്, ഡിഫെൻഡ്, ഫ്രൂട്ട് സ്പെഷ്യൽ ഒരേ അളവിൽ തന്നെ നമുക്ക് 10 ലിറ്ററോ 20 ലിറ്ററോ വെള്ളത്തിൽ കലർത്തി ഇതും തടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ചെറിയ ജാതിയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫെൻഡും ഫ്രൂട്ട് സ്പെഷ്യലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്യുമ്പോൾ 1 ലിറ്ററിൽ 2 ഗ്രാം എന്നുള്ള നിലയിൽ വേണം എടുക്കാൻ സ്പ്രേ ചെയ്യാൻ. സോയിൽ ഹെൽത്ത് മണ്ണിലേക്ക് തന്നെ കൊടുക്കണം. പക്ഷെ ഫ്രൂട്ട് സ്പെഷ്യലോ ഡിഫെൻഡോ ഇത് രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ ചെയ്യാം ചെറിയ ജാതിക്ക്. പക്ഷെ ഉയരം കൂടുതലുള്ള ജാതിക്ക് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റാത്ത കൊണ്ട് തന്നെ നമുക്ക് തടത്തിൽ കൊടുത്താൽ മതി. ഇതിനോടൊപ്പം നമ്മൾ വളമിടും അല്ലെ. ജാതിക്ക് ആട്ടുംകാട്ടിടും, ചാണകിടും, മറ്റു പലതും ഇടും. അങ്ങനെയെല്ലാം ഇടുന്ന സമയത്ത് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗാർഡൻ ഗോൾഡ് എന്ന് പറഞ്ഞ ഈ ജൈവ വളം ഇടുകയാണെങ്കിൽ, ഒരു വർഷത്തിൽ 2-3 പാക്കറ്റ് ഒരു ജാതിക്ക് ഇടുകയാണെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഈ വർഷം കിട്ടിയതിനെക്കാട്ടി കൂടുതൽ വിളവ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. നല്ല പത്രിക്കനമുള്ള കായ്കള്. അത് മാത്രമല്ല, ഈ ഡിഫെൻഡ് കൊടുത്തു കഴിയുമ്പോൾ ജാതിയുടെ ഇല കൊഴിയില്ല, അതുപോലെ വെള്ളക്കായ വീടില്ല, എല്ലാം നല്ല രീതിയിൽ രോഗപ്രതിരോധ ശേഷിയോടുകൂടി വളരും. ഇത് 4ഉം നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 3 പ്രാവശ്യമാണ് ഇത് കൊടുക്കേണ്ടത്. സോയിൽ ഹെൽത്ത് കൊടുക്കുന്നു, 10 ദിവസം കഴിയുമ്പോൾ ഡിഫെൻഡ് കൊടുക്കുന്നു, 10 ദിവസം കഴിയുമ്പോൾ ഫ്രൂട്ട് സ്പെഷ്യൽ കൊടുക്കുന്നു. ഇത് 3ഉം 10 ദിവസത്തെ ഇടവേളകളിൽ, അങ്ങനെ വർഷത്തിൽ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. അതോടൊപ്പം വർഷത്തിൽ 3 പാക്കറ്റ് 3 പ്രാവശ്യമായിട്ട് ഗാർഡൻ ഗോൾഡും കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജാതികൾ ഇനി പൊന്നു വിളയിക്കും. നിങ്ങൾക്ക് വലിയ ലാഭം കൃഷിയിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും. ഒരിക്കലും ജാതി കൃഷി നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഓക്കെ, താങ്ക് യു.